സുഹൃത്തുക്കളെ, ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ വയനാട് വൈത്തിരിയിൽ പൂക്കാട് നിന്നാണ്. ഇത് നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള നമ്മുടെ ആദിവാസികളുടെ ജീവിതവും അതേപോലെ തന്നെ അവരുടെ മ്യൂസിക്, അവരുടെ ജീവിത രീതികൾ, അവരുടെ ഊര്, അവരെങ്ങനെ താമസിച്ചിരുന്നു, ഇതിനു വേണ്ടി നമുക്ക് കേരളത്തിലെ ആദ്യത്തെ ഓതൻറ്റിക് ട്രൈബൽ ഹട്ട്സ് വയനാട്ടിലെ എൻ ഊര് എന്നും പറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന ഒരു പൂക്കാട് ലേക്കിൽ നിന്ന് 3 കിലോമീറ്റർ മുകളിൽ കാണുന്ന മലയുടെ മുകളിലാണ് നന്നായിട്ട് അവരത് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ സാധാരണ വണ്ടിയിൽ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. പൂക്കോട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കേരളത്തിൻ്റെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വെറ്റിനറി കോളേജ് എല്ലാം സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾക്ക് ഇവർ അറേഞ്ച് ചെയ്യുന്ന ജീപ്പിൽ സഞ്ചരിക്കാവുന്നതാണ്. ശനി ഞായർ പബ്ലിക് ഹോളിഡേയ്സിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ, ബാക്കിയുള്ള ദിവസങ്ങളിൽ അതിൽ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് നമ്മളെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തിരിക്കുന്നത്. അവിടെ ജീപ്പുണ്ട്. ഒരാൾക്ക് 40 രൂപയാണ് ജീപ്പ് സഞ്ചരിക്കാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പൈസയാണ്. അതേപോലെ എൻ്റെ ഊരിൽ കയറുന്ന ടിക്കറ്റ് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ്. ജീപ്പിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് ബൈക്കുകൾ പോകുന്നുണ്ട്. അത് അവിടെ ഉള്ള സ്റ്റാഫിൻ്റെ വണ്ടികളും അവരെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടികൾ മാത്രമാണ്. വയനാട്ടിൽ ചെന്ന് തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണിത്. വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് തന്നെയാണ് അവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും വയനാട്ടിൽ ജീവിച്ചിരുന്ന ട്രൈബ്സിൻ്റെ ജീവിത രീതികൾ, ഒരു ചെറിയ സ്റ്റോള്, അവരുടെ ട്രൈബൽ മെഡിസിൻസ്, അതേപോലെ നമ്മൾക്ക് ഒരുപാട് സാധനങ്ങൾ, ജീരകം, പെരിഞ്ജീരകം, മഞ്ഞൾ, കുരുമുളക്, അച്ചാറ്, അതുപോലെ പല നാട്ടുമരുന്നുകൾ. നമ്മളൊക്കെ ഇപ്പോൾ എല്ലാം ഇംഗ്ലീഷ് മരുന്നിനെ പുറകെയാണ്. ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ തലം അവിടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന മരുന്നുകൾ, അതെല്ലാം നമുക്ക് വാങ്ങാൻ സൗകര്യമുണ്ട്. പിന്നെ അവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ്, ട്രഡീഷണലായിട്ടുള്ള അവരുണ്ടാക്കുന്ന ഐറ്റംസ്, ഇതെല്ലാം ഷോക്കേസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അവിടെ. അതേപോലെ തന്നെ സ്റ്റോളുകളെല്ലാം തന്നെ ഒരു 4:30 മണി സാധാരണ ദിവസങ്ങളിലും, അല്ലാത്ത ദിവസങ്ങളിൽ 5:30 കഴിയുമ്പോൾ ക്ലോസ് ചെയ്യും. ഒരുപാട് ഐറ്റംസ് ആണ് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കാവുന്നത്, ഹാൻഡിക്രാഫ്റ്റ്, പിന്നെ ഡ്രസ് ഐറ്റംസ്, അവർ നെയ്തെടുക്കുന്ന ഐറ്റംസ്, അങ്ങനെ കുറച്ചധികം സാധനങ്ങളുണ്ട്. കഴിയുന്നതും കൂട്ടുന്നതിന് മുമ്പ് അവിടെ ചെല്ലാൻ ശ്രമിക്കുക. ഇന്നിപ്പോൾ വയനാട്ടിൽ കൂടുതലും റിസോർട്ടും ബിൽഡിങ്ങുകളും ആണ് അവിടെ ഉള്ളത്. ആദിവാസികളുടെ സമൂഹം വളരെ ദൂരെയാണ് താമസിക്കുന്നത്. അവർക്കിപ്പോഴും ചില ഊരുകാർക്ക് നായായിട്ടുള്ള പെർമിഷൻ സർക്കാർ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. അവരിലും വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാർ, എൻജിനീയേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു 10-50 വർഷം മുമ്പ് ഉണ്ടായിരുന്ന വയനാട്ടിൽ ഒരുപക്ഷെ കൂടുതൽ കണ്ടിരുന്നത് അവിടുത്തെ വയനാട്ടിലെ ആദിവാസികളായിരുന്നു. അപ്പോൾ അവരത് താമസിച്ചിരുന്നത് എന്ന ഒരു സങ്കല്പത്തിലാണ് ഇങ്ങനത്തെ വഴികളിലൂടെ അവരുടെ ഊരുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ആരും താമസിക്കുന്നില്ല കേട്ടോ. നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. അവരുടെ അവർ ഉപയോഗിച്ചിരുന്ന ചെണ്ടകൾ, വാദ്യോപകരണങ്ങൾ, നായാട്ട് ഉപയോഗിച്ചിരുന്ന ടൂൾസ്, ചില
പുള്ളികൾ, അമ്പ്, വാളുകൾ, കത്തി, അതേപോലെ അവർ വീടുകളുടെ ഒരു മുറി, ചില വീടുകൾക്ക് മേൽക്കൂരക്ക് ഉയരം കുറവാണ്, ചാണകം മെഴുകിയ വീടുകളാണ്. അത് വിശാലമായിട്ട് അവർ വീടുകൾ പണിതിരുന്നത്. കയറാനും അതേപോലെ തന്നെ നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനൊക്കെയുള്ള തളങ്ങൾ, അതിനകത്ത് താമസിക്കുന്ന മുറികൾ, ഓല മേഞ്ഞാൽ ഇട്ടിരുന്നത് അന്നത്തെ കാലത്ത്. അതെല്ലാം പ്രതീകാത്മകമായി തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വരുമ്പോൾ ഒന്ന് വൈകുന്നേരങ്ങളാണെങ്കിൽ നല്ല കാറ്റുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഐറ്റമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം അവർക്ക് എൻഗേജ്ഡായിട്ട് ഇരിക്കാവുന്ന ഊഞ്ഞാലുകൾ, സീസോ, അങ്ങനെ കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ട്. ചായ, അതേപോലെ കാപ്പി, ഐസ്ക്രീംസ്, ലഘുഭക്ഷ്യങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. ഇതിൽ അന്നത്തെ സമൂഹം ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങളായിരുന്നു. ഇതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചരിത്രം ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നപ്പോൾ ഏറിയ പങ്കും ആൾക്കാർ സെൽഫി എടുക്കലും റീൽസ് എടുക്കലും ഫോട്ടോ എടുക്കലും അല്ലാണ്ട് ഇതിൽ അവരുടെ ജീവിത ആചാരങ്ങൾ, അവരുടെ രീതികൾ മനസ്സിലാക്കുന്നത് വളരെ കുറവായിരുന്നു. അപ്പം അങ്ങനെയൊരു ചരിത്ര ഗവേഷണം ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് കേരളത്തിൽ, പ്രത്യേകിച്ച് വയനാട്ടിലുണ്ടായിരുന്ന ആദിവാസികളെ പറ്റി കുറച്ച് അറിവ് കൂടുതൽ അവർക്ക് ഇവിടുന്ന് പകർന്നു കിട്ടും. പിന്നെ കെട്ടിടങ്ങളും അതേപോലെ തന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ വളരെ പ്ലാൻഡ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ ഒരു കുന്നും അതിന് ചുറ്റുമുള്ള സ്ഥലം, അതിൻ്റെ ഭംഗി വളരെ നന്നായിട്ട് കവർ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു വില്ലേജ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് നാളത്തെ പ്രയത്നം അതിൻ്റെ പുറകിലുണ്ടാവും. ചില വെറുതെ ആയിട്ടില്ല, നന്നായിട്ടുണ്ട്. ഒരു ഊരും നമുക്ക് മോശമായി എന്ന് പറയാൻ തോന്നൂല. പൊതുവെ നമ്മൾ വയനാട് പോകുമ്പോൾ ബാണാസുര ഡാമും, തുഷാരിക വെള്ളച്ചാട്ടവും, പൂജപ്പര വെള്ളച്ചാട്ടവും, പഴശ്ശിയും, അതേപോലെ തന്നെ എടക്കൽ ഗുഹകളും, പൂക്കോട്ട് ലേക്കിലെ ബോട്ടിങ്ങും ഒക്കെയാണ് ആൾക്കാർ ചെയ്യാറ്. ചില ആൾക്കാർ തിരുനെല്ലി ക്ഷേത്രം പോകും, അല്ലെങ്കിൽ അവിടുന്ന് കൊടക് പോകും. പക്ഷേ എന്തോ ഒരു അതേ പബ്ലിസിറ്റി കിട്ടിയോന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾക്ക് ജീവിതത്തിൽ നമ്മളിത്ര തിരക്ക് പിടിച്ചൊക്കെ പോകുമ്പോൾ ഈ ഒരു ജീവിത സാഹചര്യവും ഇവിടെ പോകുമ്പോൾ ഒരു കാലഘട്ടത്തിൽ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു തലമുറയുടെ അവരുടെ ജീവിതത്തിൽ നമുക്ക് എത്തി നോക്കാൻ പറ്റുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങളും വയനാട് വരുമ്പോൾ എന്നൂര് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ് ഇടണം. ഒരു ചെറിയ എമൗണ്ടേ ഉള്ളൂ. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും പോകണം. പ്രത്യേകിച്ച് ചരിത്രം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് നിങ്ങൾക്ക് വെറുത്തായിരിക്കും. ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ട് സന്തോഷത്തോടെ ഈ വഴികൾ ഇറങ്ങിയാണ്. ആ മലയും ആ കാറ്റും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് പറയാനുണ്ടായിരുന്നു. നിങ്ങളും വരിക, വിസിറ്റ് ചെയ്യുക. താങ്ക് യു.